കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയമാണത്. പക്ഷെ ഇങ്ങനെ ഒരു കത്ത് ചോർന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരാള് ചില ചാനലുകൾ നൽകിയ അഭിമുഖത്തില് ME ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം പ്രതികരിക്കേണ്ട CPM ആണ്. അവർ പ്രതികരിച്ചോന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ പുറത്തായതുകൊണ്ട് ചാനലുകൾ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആദ്യം പ്രതികരിക്കേണ്ടത് CPM ആണ്, CPM സെക്രട്ടറിയാണ്. അത് മാത്രമല്ല, CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കുറെ കാലമായിട്ട് അവർക്കുണ്ടായിട്ടുള്ള അപജയമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അവരുടെ നേതാക്കൾക്ക് നേരെ വരാറുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ വേണം ഇന്ന് വന്ന ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും നമ്മൾ വീക്ഷിക്കാനായിട്ട്. ഈ സാഹചര്യത്തില് പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറിയും അതുപോലെ ഗവൺമെന്റ് പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കണം. കാരണം രണ്ടുപേരും ബേബി കേരളീയനാണ്. അതുകൊണ്ട് ബേബിക്കും പെട്ടെന്ന് വ്യക്തമാക്കാൻ പറ്റും. അപ്പൊ ബേബിക്ക് ഒരു കത്ത്, ജനറൽ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇതിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിലുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിൽ പെട്ട് ഉഴലുകയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. 9 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളുമാണ്. ഇപ്പൊ നോക്കൂ, ഇത് കോടതിയിൽ എന്തിനാണ് ഈ കത്ത് എത്തിയെന്നൊരു ചോദ്യമുണ്ട്. കാരണം ആ ബന്ധപ്പെട്ട ഒരു കേസുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരു തെളിവായിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ എന്തിനാണ്? പിന്നെ ഇത് മാത്രമല്ല, മദ്രാസിലുള്ള വ്യവസായി അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ മകൻ കത്ത് ചോർത്തി കൊടുത്തു എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് പാർട്ടിയാണ് അതിൽ തീരുമാനം പറയേണ്ടത്. പാർട്ടിയുടെ നിലപാടാണ് ആദ്യം അറിയേണ്ടത്. പാർട്ടി നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നിലപാടുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും നാളായി ഈ പരാതി നൽകിയിട്ട്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കത്തിലെ ഉള്ളടക്കം അത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ CPM മൂടി വെച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാവുകയല്ലേ? അല്ലാതെ ഇത് എല്ലാ കാലത്തും ഒളിപ്പിക്കാനാവില്ലെന്നുള്ളതിന്റെ തെളിവല്ലേ ഇത് നോക്കൂ, ഇത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും നമ്മൾ പാർട്ടിയിൽ നിന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ, പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ വാർത്തകളും പ്രതികരണങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. ഞാനിതൊന്നും പെട്ടെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇതിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കണം. പാർട്ടി നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോഴേ ഇതിന്റെ പാർട്ടി പ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെടണ്ടേ. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കോടതി ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഇങ്ങനെ രാഷ്ട്രീയ ബന്ധം ഇതിൽ വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രി MB രാജേഷിന്റെ അടക്കം പേര് അതിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് അറിയാൻ വയ്യ. കാരണം വെച്ചാല് നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു വാർത്ത പുറത്തു വന്നതേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ വാർത്ത ആ നിജസ്ഥിതി അറിയണ്ടേ. നമ്മൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. നിജസ്ഥിതി ബോധ്യപ്പെടണം. നിജസ്ഥിതി പറയേണ്ടത് ആരാണ്? ബന്ധപ്പെട്ട കക്ഷികളാണ്. ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയാണ് മറുപടി പറയണം. ഈ ഒരു വിഷയം ഇപ്പോൾ എന്തായാലും ഈ വിവാദമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ വാർത്ത നിൽക്കുന്നത്. ഒരു പക്ഷേ ഇത് ശരിയാണെങ്കിൽ ഈ സർക്കാർ പദ്ധതികളിലാകുമോ ഈ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടാവുക? കാരണം മന്ത്രിമാരുടെ അടക്കം പേരുകൾ വരുന്നുണ്ടല്ലോ. അതായത് ഇത് CPMന്റെ നേതാക്കളെ കുറിച്ചുള്ള സാമ്പത്തികമായ ആക്ഷേപങ്ങളും അവരുടെ കണക്ഷനുകളും ബന്ധങ്ങളും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തില് ഞാനതാ പറയുന്നത്, ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിന് സത്യാവസ്ഥ ജനത്തെ ബോധ്യപ്പെടുത്തണ്ടേ, പ്രതികരിക്കണ്ടേ CPM നേതാക്കള്? മുഖ്യമന്ത്രിയൊക്കെ എത്രയോ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ കിടപ്പുണ്ട്. അതുപോലെ ഇതും പ്രതികരിക്കാതെ പോവുകയാണോ? ഇത് പാർട്ടിയെ കുടുക്കിലാക്കുന്ന ഒരു വിഷയമാണ്. സാമ്പത്തികമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പൊതുമധ്യത്തിലേക്ക് ചർച്ചയ്ക്ക് വരുമ്പോൾ അത് സംശയത്തിന് നിഴലിലാക്കരുത്. അതായത് പാർട്ടി പ്രവർത്തകര്, പാർട്ടി അനുഭാവികള്, ഇവരുടെ കാര്യത്തിലാണ് ഇവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളുണ്ട് പാർട്ടി നേതാക്കളെ കുറിച്ച്. അതെങ്കിലും നീക്കി കൊടുക്കണ്ടേ? പൊതുജനങ്ങളോട് നീക്കി കൊടുക്കണ്ടേ? പൊതുജനങ്ങളുടെ സംശയം നീക്കി കൊടുക്കണ്ടേ? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാർട്ടിയാണോ? അവരുടെ സാമ്പത്തികമായ എല്ലാ ക്രയവിക്രയങ്ങളും സുതാര്യമാകണം. ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഈ 2 കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംശയമാണ് ഇന്നത്തെ വാർത്ത ഉയർത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.